S3 MAT 201 ആ സിലബസുകാരുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നമുക്ക് സിലബസിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ലേ? അപ്പോൾ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മോഡ്യൂൾ 2 മാത്രം ക്വസ്റ്റ്യൻസാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് പാർട്ട് എക്ക് 3 and 4 എന്ന് പറയുന്നത് മോഡ്യൂൾ 2 ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്സിനായിരുന്നു. പിന്നെ പാർട്ട് ബിയിൽ മോഡ്യൂൾ 2 എന്ന് പറഞ്ഞിട്ട് തന്നെ 13 and 14 എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 13th ക്വസ്റ്റ്യനും 14th ക്വസ്റ്റ്യനും. ആ 13th ക്വസ്റ്റ്യനിൽ AB എന്ന് പറഞ്ഞ 2 പാർട്ടുണ്ട്, 14th ക്വസ്റ്റ്യനിൽ AB എന്ന് പറഞ്ഞ 2 പാർട്ടുണ്ട്. ഓരോന്നും 7 മാർക്കിനാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ചെയ്യേണ്ടത്. 13 or 14 നമ്മൾ ഏതെങ്കിലും ഒരെണ്ണമാണ് ചെയ്യേണ്ടത്. അപ്പോൾ വേവ് ഇക്വേഷനും ഹീറ്റ് ഇക്വേഷനും കൂടി ചേർന്നിട്ട് ഈ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? ആപ്ലിക്കേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ്. നമുക്കിനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാവോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്റ്റേറ്റ് എനി 3 അസംപ്ഷൻ ഇൻ ഡിറൈവിങ് 1 dimensional വേവ് ഇക്വേഷൻ. വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും 3 അസംപ്ഷൻ. അപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ എടുത്ത് പറഞ്ഞതാണ് അങ്ങനെ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, വാട്ട് ആർ ദ അസംപ്ഷൻസ് ഇൻ ഡിറൈവിങ് വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ നമുക്ക് ഈ 5 എണ്ണവും കൂടി എഴുതണം. ഇവിടെ ഏതെങ്കിലും ഇനി 3 എന്ന് അവർ ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത 2 എണ്ണമാണ് സ്ട്രിങ്ങിൻ്റെ സ്വഭാവവും മോഷനെ കുറിച്ചും പറയുന്ന കാര്യം. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ സ്വഭാവം എന്താണ്? യൂണിഫോം ആണ്, പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ആണ്, ഡസ് നോട്ട് ഷോ റെസിസ്റ്റൻസ് ടു ബെൻഡിങ്. ബെൻഡ് ചെയ്യാനായിട്ട് മടിയൊന്നും കാണിക്കാത്ത ആളാണ് നമ്മുടെ സ്ട്രിങ് എന്ന് പറയുന്നത്. പിന്നെ മോഷൻ എങ്ങനെയാണ്? ഈ ഇക്വിലിബ്രിയം പൊസിഷനിലിരിക്കുന്ന ആ പ്ലെയിനിൽ പെർപെൻഡിക്കുലർ ടു ഇക്വിലിബ്രിയം പൊസിഷനാണ് അവിടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് ടെൻഷൻ T കോൺസ്റ്റൻ്റ് ആണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നെഗ്ലിജിബിൾ ആണ്, ഫ്രിക്ഷൻ നെഗ്ലിജിബിൾ ആണ്. ഈ 3 പോയിന്റിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി 3 എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ആൻസർ ആയിട്ട് ചെയ്തേണ്ടത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിനകത്ത് ഫോമുല പറഞ്ഞു തന്നപ്പോഴും നിങ്ങളടുത്ത് പറഞ്ഞതാണ് നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന് വെറുതെ വാട്ട് ആർ ദ അസംപ്ഷൻസ് എന്ന് മാത്രം ചോദിച്ചാൽ 5 എണ്ണം എഴുതണം. ഇല്ല ആൻസർ ഇനി 3 എന്ന് പറഞ്ഞാൽ ഇത് 2 നിങ്ങൾ കളയരുത്, കാരണം ഇത് 2 ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള ഈ 3 എണ്ണം നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്കേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാലും മതി, മറ്റേത് 2 എണ്ണം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതുക. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ത് വന്നു? വാട്ട് ആർ ദ പോസിബിൾ സൊല്യൂഷൻ ഓഫ് 1 dimensional ഹീറ്റ് ഇക്വേഷൻ. ഹീറ്റ് ഇക്വേഷനകത്ത് എന്തൊക്കെ പോസിബിൾ സൊല്യൂഷൻ ഉണ്ട് എന്ന്. അപ്പോൾ അതും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് എന്തൊക്കെയാണ് ഹീറ്റ് ഇക്വേഷൻ്റെ പോസിബിൾ സൊല്യൂഷൻ എന്ന്. ഈ ഓരോ പോസിബിൾ സൊല്യൂഷൻ വരുന്നതും നമുക്ക് എന്തുവാണ്? ആ ഓരോ പോസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് നമുക്ക് ഓരോ കേസ് 1, കേസ് 2, കേസ് 3 എന്ന് പറഞ്ഞിട്ട് ഓരോ 3 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാവേ. അപ്പോൾ വാട്ട് ആർ ദ പോസിബിൾ സൊല്യൂഷൻ ഓഫ് ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇത് 3 നമ്മൾ എഴുതേണ്ടത്. U of x, t is equal to C1 into e raised to px plus C2 into e raised to minus px into C3 e raised to p square c square t. രണ്ടാമത്തത് എന്താ? U of x, t is equal to C4 cos px plus C6 sin px C5 sin px into C6 e raised to minus p square c square t. ഈ ഇക്വേഷൻ്റെ പ്രത്യേകത എന്തുവാണ്? ഇതാണ് നമ്മുടെ ലാസ്റ്റ് സൊല്യൂഷനായിട്ട് നമ്മൾ എഴുതുന്നത്. പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഇക്വേഷനാണ്. അടുത്തത് നോക്കിക്കേ. U of x, t is equal to C7 plus C8x into C9. ഇതാണ് വാട്ട് ആർ ദ പോസിബിൾ സൊല്യൂഷൻ ഓഫ് ഹീറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ എഴുതാനുള്ള കാര്യം. അപ്പം ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് കണ്ടോ, പാർട്ട് ബിക്ക്. അതല്ലാതെ വേറൊരു ക്വസ്റ്റ്യനും അവർ ചോദിക്കാറില്ല. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് പാർട്ട് ബിയിലുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്. പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് ഡിറൈവ് the solution of 1 dimensional wave equation dou square u by dou t square equal to c square into dou square u by dou x square with zero boundary condition. ഇതിലെ ഫസ്റ്റ് 2 കണ്ടീഷനും 0 ആണ്. ആൻഡ് വിത്ത് ഇനിഷ്യൽ കണ്ടീഷൻ u of x, 0 equal to f of x and dou u by dou t at t equal to 0 equal to 0. ഓക്കെ, അതായത് വെലോസിറ്റി 0 ഞാൻ തന്നിട്ടുണ്ട്. പിന്നെ എന്തുവാ? ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് എഫ് ഓഫ് എക്സും തന്നിട്ടുണ്ട്. നമ്മൾ വെലോസിറ്റിയും പിന്നെ എന്തുവാ ഡിസ്പ്ലേസ്മെൻറ്റും തരുമ്പോൾ നമ്മൾ ഒന്നിച്ച് പ്രോബ്ലം ചെയ്തിട്ടില്ലേ? അതുപോലെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് ഇവിടെ എഫ് ഓഫ് എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്ട് ആ ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ് എന്നുള്ള സ്റ്റെപ്പ് വരെ എഴുതിയാൽ മതി. എന്തായാലും ആ പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ചെയ്യട്ടെ. എന്തൊക്കെയാണ് അവർ തന്നിരിക്കുന്നത്? വിത്ത് 0 ബൗണ്ടറി കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ 0 ബൗണ്ടറി കണ്ടീഷനിലെ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്തുവാണ്? y of 0, t is equal to 0 for all t. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്തുവാണ്? y of l, t is equal to 0 for all t. ഇവിടെ ലെന്തിനെ കുറിച്ചൊന്നും പറയില്ല, അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് y of l, t ആണെന്ന് എടുക്കാം. അടുത്ത മൂന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അവർ പറഞ്ഞേക്കുന്നത് ഇനിഷ്യൽ കണ്ടീഷൻ ആദ്യം പറഞ്ഞേക്കുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, പിന്നെയാണ് വെലോസിറ്റിയുടെ കാര്യം പറഞ്ഞേക്കുന്നത്. പക്ഷേ നമ്മൾ തന്നിട്ട് എഫ് ഓഫ് എക്സ് ഉള്ള ഫംഗ്ഷൻ എപ്പോഴും ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷനായിട്ട് എഴുതുക. സോ നമ്മൾ അടുത്ത തേർഡ് ബൗണ്ടറി കണ്ടീഷനായിട്ട് വെലോസിറ്റിയാണ് എഴുതുന്നത്. ഡോ y by dou t. പിന്നെ ഇവിടെ ഈ ക്വസ്റ്റ്യൻ മൊത്തം എന്താ? u എന്നുള്ള ടേമിലാണ് അടക്കുന്നത്. സോ ഞാൻ ഇവിടെ y എന്നുള്ള മാറ്റിയിട്ട് u ആക്കുവാണേ. ഡോ u by dou t of x, 0 is equal to 0. And fourth boundary condition is u of x, 0 is equal to f of x. ബൗണ്ടറി കണ്ടീഷൻ എഴുതി. പിന്നെ ഇത് തന്നിരിക്കുന്നത് എന്തുവാണ്? ഹീറ്റ് ഇക്വേഷൻ അല്ല, വേവ് ഇക്വേഷനാണ്. അപ്പോൾ വേവ് ഇക്വേഷൻ്റെ സ്യൂട്ടബിൾ സൊല്യൂഷൻ എന്തുവാണ്? സ്യൂട്ടബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്
പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? യു ഓഫ് എക്സ് കോമ ടി ഇസ് ഈക്വൽ ടു C1 ഇൻറ്റു കോസ് പി എക്സ് പ്ലസ് C2 ഇൻറ്റു സൈൻ പി എക്സ് ഇൻറ്റു C3 ഇൻറ്റു കോസ് പി സി ടി പ്ലസ് C4 ഇൻറ്റു സൈൻ പി സി ടി. ഇതാണ് നമ്മൾ ഇക്വേഷൻ 1 എന്ന് എഴുതി. അത് നമുക്ക് ഓരോ ബൗണ്ടറി കണ്ടീഷനായിട്ട് കൊടുക്കാം. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 1 in equation 1. ബൗണ്ടറി കണ്ടീഷൻ 1 എന്ന് പറഞ്ഞാൽ യു ഓഫ് 0, t ഈസ് ഈക്വൽ ടു 0. നമ്മളെപ്പോഴും പഠിച്ചപ്പോൾ y എന്നുള്ള ലെറ്ററാണ് യൂസ് ചെയ്തത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ യു എന്ന് കിടന്നുകൊണ്ടാണ് ഞാൻ യു ഓഫ് എന്ന് പറഞ്ഞ് എഴുതിയത്. ഓക്കെ, അപ്പോൾ യു ഓഫ് 0, t ഈസ് ഈക്വൽ ടു 0 എഴുതി. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ട? അടുത്ത് എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ബൗണ്ടറി കണ്ടീഷൻ 1 കൊടുക്കുമ്പോൾ C1 ആ 0 കിട്ടാൻ പോകുന്നത് അല്ലേ. പക്ഷേ നമുക്കതിപ്പോൾ എഴുതി കാണിക്കണം, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ കോസ് 0 1 ആണ്, സൈൻ 0 0 ആണ്, ബാക്കിയുള്ള ഫംഗ്ഷൻ അതുപോലെ. സോ C1 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് C3 കോസ് പി സി ടി പ്ലസ് C4 സൈൻ പി സി ടി ഈസ് ഈക്വൽ ടു 0. ഇതിൽ ആ ടി ഉള്ള ഫംഗ്ഷൻ ഈ ബ്രാക്കറ്റ് ഒരിക്കലും 0 ആകത്തില്ല, കാരണം അതിൽ ടി വേരിയബിൾ ആണ്. പിന്നെ ആരാ 0 ആവുന്നത്? C1 ആണ് 0 ആവുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ എങ്ങനെയായി മാറി? therefore ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ സ്യൂട്ടബിൾ സൊല്യൂഷൻ ചേഞ്ചായി. ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ എങ്ങനെയായി മാറി? C1ൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പം അത് യു ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു C1 0 ആയി കഴിഞ്ഞ് ബാക്കി എന്താ? C2 ഇൻറ്റു സൈൻ പി എക്സ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് C3 ഇൻറ്റു കോസ് പി സി ടി പ്ലസ് C4 ഇൻറ്റു സൈൻ പി സി ടി. ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അതിനകത്തേക്ക് നമുക്കിനി എന്ത് ചെയ്യാം? ബൗണ്ടറി കണ്ടീഷൻ 2 കൊടുക്കാം. സോ അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 2 ഇൻ ഇക്വേഷൻ 2. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ബൗണ്ടറി കണ്ടീഷൻ 2 എന്ന് പറഞ്ഞാൽ യു ഓഫ് എൽ കോമ ടി ഈസ് ഈക്വൽ ടു 0. എക്സിൻ്റെ സ്ഥാനത്ത് എൽ വരും. അപ്പോൾ C2 ഇൻറ്റു സൈൻ പി എൽ ഇൻറ്റു C3 കോസ് പി സി ടി പ്ലസ് C4 സൈൻ പി സി ടി ഈക്വൽ ടു 0 ആണ് മനസ്സിലേ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഈ C3 കോസ് പി സി ടി പ്ലസ് C4 സൈൻ പി സി ടി ഒരിക്കലും 0 ആകത്തില്ല, കാരണം ടി വേരിയബിൾ ആണ്. C2 0 ആയാൽ ഇതാണ് നിങ്ങളുടെ പുതിയ സ്യൂട്ടബിൾ സൊല്യൂഷൻ. ഇതിൽ C2 0 ആയിപ്പോയി സൊല്യൂഷൻ തന്നെ എന്തായി പോവാണ്? 0 ആയി പോവാണ്. പിന്നെ ആരാ ബാക്കിയുള്ള? സൈൻ പി എക്സ് എന്ന് എഴുതരുത്, എൽ എന്ന് എഴുതണം, ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സൈൻ എൻ പൈ എന്തുവാണ്? സൈൻ എൻ പൈ 0 ആണ്. അപ്പോൾ സൈൻ പി എല്ലിനെ എന്തുമായിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം? പി എൽ ഇസ് ഈക്വൽ ടു എൻ പൈ എന്ന് ഇക്വേറ്റ് ചെയ്യാം. സോ പി ഇസ് ഈക്വൽ ടു എൻ പൈ ബൈ എൽ എന്ന് എഴുതുന്നു. ഇത്രയും സ്റ്റെപ്പ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 2 ഇൻ ഇക്വേഷൻ 2, പി ഇസ് ഈക്വൽ ടു എൻ പൈ ബൈ ലെന്ത് എത്രയാണോ അതങ്ങ് എഴുതിയിരുന്നാലും മതി. ഓക്കെ, അടുത്തതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ വീണ്ടും എടുത്ത് എഴുതുകയാണ്. therefore ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ ഈസ് u of x comma t is equal to C2 ഇൻറ്റു സൈൻ പിയുടെ സ്ഥാനത്ത് എൻ പൈ ബൈ എൽ എക്സ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് C3 ഇൻറ്റു കോസ് എൻ പൈ സി ബൈ എൽ ടി പ്ലസ് C4 ഇൻറ്റു സൈൻ എൻ പൈ സി ബൈ എൽ ടി. അടുത്തെന്താ നമ്മൾ ചെയ്യാറ്? സാധാരണ ഈ C2നെ കൂടെ അകത്തേക്ക് കൊടുത്തിട്ട് C2 ഇൻറ്റു C3നെ നമ്മൾ എ എന്ന് എഴുതും അല്ലേ. അപ്പോൾ സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഇൻറ്റു എ ഇൻറ്റു കോസ് എൻ പൈ സി ബൈ എൽ ടി പ്ലസ് C2 ഇൻറ്റു C4നെ ബി എന്ന് എഴുതും, ബി ഇൻറ്റു സൈൻ എൻ പൈ സി ബൈ എൽ ടി. ഓക്കെ, ഇതെന്തുവാ? നിങ്ങളുടെ ഇക്വേഷൻ നമ്പർ 3 ആണ്. അടുത്ത ബൗണ്ടറി കണ്ടീഷൻ ഡോ യു ബൈ ഡോ ടി ഇതിൽ കൊടുക്കണോ? പറ്റത്തില്ല, കാരണം ഇത് യു ഓഫ് എക്സ് കോമ ടി ആണ്. നമ്മുടെ ഈ ബൗണ്ടറി കണ്ടീഷൻ എന്തുവാണ്? ഡോ യു ബൈ ഡോ ടി ആണ്. ഇതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 3 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു ടി. വിത്ത് റെസ്പെക്ട് ടു ടിക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഡോ യു ബൈ ഡോ ടി ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു സൈൻ എൻ പൈ ബൈ എൽ എക്സ് എന്താ അവിടെ? കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ടീനെ മാത്രമാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. കോസിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു മൈനസ് സൈൻ വരും. മൈനസ് സൈൻ എൻ പൈ സി ബൈ എൽ ടി ഇൻറ്റു എൻ പൈ സി ബൈ എൽ പ്ലസ് ബി ഇൻറ്റു സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എൻ പൈ സി ബൈ എൽ ടി ഇൻറ്റു എൻ പൈ സി ബൈ എൽ. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പോവാണ്? അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 3 ഇൻ ഇക്വേഷൻ 4. ഈ കിട്ടിയ ഇക്വേഷൻ 4 എന്ന് കൊടുക്കുകയാണ്. ബൗണ്ടറി കണ്ടീഷൻ 3 കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വരണേന്ന് അറിയോ? ബൗണ്ടറി കണ്ടീഷൻ 3 എന്ന് പറഞ്ഞാൽ ടിക്ക് 0, അപ്പോൾ സൈൻ 0 വരുമ്പോൾ ഈ ടേം 0, ആകെ ഈ ഒരു കോസ് 0 വരും. കോസ് 0 1 ആണ്. ബാക്കി എന്താ ഉള്ളത്?
സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഇൻറ്റു ബി ഇൻറ്റു എൻ പൈ സി ബൈ എൽ ഈക്വൽ ടു 0. ഇതിൽ സൈൻ എൻ പൈ ബൈ എൽ എക്സ് 0 ആകത്തില്ല, കാരണം എക്സ് വേരിയബിൾ ആണ്. എൻ പൈ സി ബൈ എല്ലും 0 ആകത്തില്ല, അതെല്ലാം ഒരു കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ആരാ 0 ആവണേ? ബി ആണ് 0 ആവുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയുവാണ്, ഈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ള സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാലും മതി. ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 3 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു ടി ആൻഡ് അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 3. നമ്മളിപ്പോൾ കുറേ പഠിച്ചു കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഇനി സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, കാരണം നമുക്ക് കാര്യം അറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 3 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു ടി ആൻഡ് അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 3 ബി ഈക്വൽ ടു 0 എന്ന് എഴുതിയാലും മതി. അപ്പോൾ നമുക്ക് ഓരോ മാർക്ക് കിട്ടേണ്ട പോയിന്റ്സ് എല്ലാം നമുക്കിവിടെ മാർക്ക് കിട്ടിക്കോളും, കാരണം ഈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതല്ല മാർക്ക്. നമുക്ക് ഈ ബി ഈക്വൽ ടു 0 എന്ന് എഴുതുമ്പോൾ മാത്രമേ മാർക്കുള്ളൂ. C1 മാർക്ക്, പി ഈക്വൽ ടു എൻ പൈ ബൈ എല്ലിന് മാർക്ക്. അപ്പോൾ അടുത്തതിനാണ് മാർക്കുള്ള. ഇനി ഇതിനെ കൊണ്ട് എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഡിഫറൻഷ്യേറ്റ് ചെയ്ത സൊല്യൂഷനിലാണോ? അല്ല, ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നിടത്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. therefore ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ ഈസ് u of x comma t is equal to sin n pi by lx into b എന്ന് പറയുന്ന ആൾ 0, പിന്നെ അവിടെ ബാക്കി എന്താണ്? a ഇൻറ്റു കോസ് എൻ പൈ സി ബൈ എൽ ടി. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 5. ഇനി നമുക്ക് വേണ്ടത് ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ ഇയാൾക്ക് അപ്ലൈ ചെയ്യണം. എപ്പോഴും നമ്മൾ ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ കിട്ടുന്ന ഇക്വേഷനെ എന്ത് പേര് പറഞ്ഞ് വിളിക്കും? മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് എഴുതും, അല്ലേ? അപ്പോൾ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്കൊന്ന് എടുത്തെഴുതാം. മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടാവണം? ഒരു സമ്മേഷൻ u of x comma t is equal to ഒരു സമ്മേഷൻ സിമ്പൽ എടുക്കണം. സമ്മേഷൻ n equal to 1 to infinity. ആ കോൺസ്റ്റൻറ്റ് a എന്നുള്ളതിന് പകരം സഫിക്സിലൊരു n കൂടെ കൊടുക്കണം. ബാക്കിയുള്ള ആൾക്കാർ അതുപോലെ എഴുതിയാൽ മതി. സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഇൻറ്റു കോസ് എൻ പൈ സി ബൈ എൽ ടി. ഓക്കെ, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 5. ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. കാരണം എന്താ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് എ എന്നും കൂടെ ഫൈൻഡ് ചെയ്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഈ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെച്ചേക്കുന്നിടത്താണ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ഇനി ബൗണ്ടറി കണ്ടീഷൻ എന്ത് കൊടുക്കാം? അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 4 in equation 5. ബൗണ്ടറി കണ്ടീഷൻ 4 എന്തുമായിരുന്നു? u of x, 0 is equal to f of x ആണ്. അപ്പോൾ അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കിക്കുക, u of x, 0 equal to f of x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ടിയുടെ സ്ഥാനത്താണ് 0. അപ്പോൾ ഈ ഇക്വേഷൻ 5 ടിക്ക് 0 കൊടുക്കാമെന്ന് പറഞ്ഞാൽ കോസ് 0 എന്ന് വരും. കോസ് 0 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഇതെങ്ങനെയും മാറും? ഇക്വേഷൻ 5 സമ്മേഷൻ n equal to 1 to infinity an into sin n pi by lx into cos 0 എഴുതുന്നില്ല, equal to f of x. This is equation number 7. Equation number 6 കാണുമ്പോൾ തന്നെ അറിയാതെ എന്താണ്? ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ് ആണ്. ഞാൻ HRFSS എന്നെങ്കിലും നിങ്ങൾ അങ്ങനെ എഴുതരുത്. ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ് ആണ്. ഓക്കെ, വേർ an is equal to 2 by l into integral 0 to l f of x into sin n pi by l x dx. ആൻസർ ആയി കഴിഞ്ഞു. ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണോ? വേണ്ട. എന്താ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടാത്ത കാര്യം? ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് പറയാൻ കാരണം നമുക്കിവിടെ എഫ് ഓഫ് എക്സ് എന്താണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ ഇത് 7 മാർക്കിന് ചോദിക്കാൻ വെർത്തായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ബൗണ്ടറി കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് പ്രത്യേകം മാർക്കില്ല. സൊല്യൂഷൻ നമ്മൾ സ്യൂട്ടബിൾ സൊല്യൂഷൻ എഴുതുന്നതിന് 1 മാർക്ക്, C1 ഫൈൻഡ് ചെയ്യുന്നതിന് 1 മാർക്ക്, P ഈക്വൽ ടു n പൈ ബൈ ഫൈൻഡ് ചെയ്യുമ്പോൾ 1 മാർക്ക്, B ഈക്വൽ ടു 0 ഫൈൻഡ് ചെയ്യുമ്പോൾ 1 മാർക്ക്, മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുമ്പോൾ 1 മാർക്ക്. അപ്പോഴേക്ക് എത്രയായി? നമുക്ക് 5 മാർക്കായിട്ടേ ഉള്ളൂ. പിന്നെ അടുത്തത് ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ് ആണെന്ന് പറയുമ്പോഴും ലാസ്റ്റ് ആൻസർ an is equal to എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് an in equation 5 we will get solution. ഇത് ജനറൽ ഫോമാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, എങ്ങനെ വേണമെങ്കിലും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞതുപോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞത് എന്തായിരുന്നു? ഡിറൈവ് ദ സൊല്യൂഷൻ ഓഫ് 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഇനിഷ്യൽ വെലോസിറ്റി 0യും ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിരിക്കുന്ന കേസ് പറഞ്ഞു. അപ്പോൾ ഇതേപോലെ വേണമെങ്കിൽ എക്സാം നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് തന്നിട്ട് u of x, 0 ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ അങ്ങനത്തെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട നമ്മൾ ആ പ്രോബ്ലം ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ആ പ്രൊസീജിയർ ഫുൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തതല്ല, വീഡിയോയ്ക്കകത്ത് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഫംഗ്ഷൻ തന്നൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് തന്ന ഒത്തിരി ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലൊരു ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി നിർത്തുന്ന ഒരു തരത്തിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതേപോലെ വെലോസിറ്റി തന്ന എന്തുവാ? BN is equal to n pi 2 by n pi c എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡെറിവേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തനിയെ ഒന്ന് ചെയ്ത് നോക്കിക്കൊള്ളാം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിനകത്ത് വെലോസിറ്റി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് തന്ന് u of x, 0 എന്നും പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എഴുതി നിർത്തേണ്ടത്? അത് തനിയെ ചെയ്ത് നോക്കുക. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. ഇത് നിങ്ങളുടെ ടെസ്റ്റിനകത്തുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. എ ഹോമോജിനിയസ് റോഡ് ഓഫ് കണ്ടക്ടിങ് മെറ്റീരിയൽ ഓഫ് ലെങ്ത് 100 സെൻറ്റിമീറ്റർ. ലെങ്ത് 100 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ റോഡിൻ്റെ ലെങ്ത് L = 100 എന്ന അർത്ഥം. ഓക്കെ. ആൻഡ് ഹാസ് ഇറ്റ്സ് എൻഡ്സ് കെപ്റ്റ് അറ്റ് 0 ടെമ്പറേച്ചർ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് എൻഡിലെയും ടെമ്പറേച്ചർ എന്തുവാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് ദ ടെമ്പറേച്ചർ ഇനിഷ്യൽ ടെമ്പറേച്ചർ എന്ത് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ടെമ്പറേച്ചർ U(x, T) അറ്റ് എനി ടൈം. U(x, T) ടെമ്പറേച്ചറും കൂടെ നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്തുവാ ഹീറ്റ് ഇക്വേഷൻ എഴുതുന്നു. ആദ്യം ഞാൻ ബൗണ്ടറി കണ്ടീഷനും കൂടെ എഴുതരാം, ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ബൗണ്ടറി കണ്ടീഷൻസ് ആണെന്ന് പറയുമ്പോൾ എന്തുവാ, ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്തുവാ, U(0, T) = 0. രണ്ട് എൻഡിലെയും ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇങ്ങനെ വരച്ച് നോക്കിയിട്ട് മാത്രം എപ്പോഴും പ്രോബ്ലം ചെയ്താൽ മതി കേട്ടോ. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ U(L) എന്ന് പറയുന്നത് ഇവിടെ എന്തുവാണ്, 100 സെൻറ്റിമീറ്റർ. സോ U(100, T) = 0. തേർഡ് ബൗണ്ടറി കണ്ടീഷൻ എന്തുവാണ്, തേർഡ് ബൗണ്ടറി കണ്ടീഷൻ is equal to U(x, 0) ഞാൻ f(x) എന്ന് എഴുതുന്നുള്ളൂ, കാരണം അത്രയും വലിയ ഫംഗ്ഷൻ വീണ്ടും എടുത്ത് എഴുതാൻ പഠിച്ചിട്ടാണ്. ഓക്കെ. ഇനി ഇതിൻ്റെ സ്യൂട്ടബിൾ സൊല്യൂഷൻ എന്തുവാ, സ്യൂട്ടബിൾ സൊല്യൂഷൻ ഈസ് U(x, T) = C1 × cos px plus C2 × sin px into e⁻p² c²t. That is equation number 1. ഇനി അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 1. ബൗണ്ടറി കണ്ടീഷൻ 1 കൊടുക്കുമ്പോൾ ഇനി ഇക്വേഷൻ 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, C1 = 0 എന്ന് കിട്ടും അല്ലേ. അങ്ങനെ നിങ്ങളുടെ ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ എന്താവും, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുൾ പറയുവാണല്ലേ, കാരണം എനിക്ക് അടുത്ത n(π/L) കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ ഈസ് U(x, T) = C1ൻ്റെ സ്ഥാനത്ത് 0 വരുമ്പോൾ ഇതെങ്ങനെ മാറും, C2 × sin px into e⁻p² c²t. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ. അടുത്ത് നോക്കിക്കോണേ. ഈ ഇക്വേഷനകത്ത് അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 2 ഇൻ ഇക്വേഷൻ 2. ബൗണ്ടറി കണ്ടീഷൻ 2 എന്ന് പറഞ്ഞാൽ എന്തുവാ, U(100, T) = 0. അപ്പോൾ നമ്മൾ എഴുതുക സൈൻ എപ്പോഴും എഴുതുക px എന്നല്ലേ എഴുതുക. അപ്പോൾ ഇവിടെ x എന്ന് പറഞ്ഞാൽ sin 100p = 0 എന്നാണ് വരിക. അതായത് സൈൻ nπക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 100p = nπ or p = nπ/L. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 2 × p = nπ/L എന്ന് എഴുതിയാലും മതി. ഇതിനെ കൂടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ എങ്ങനെയായി മാറുകയാണ്, ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ U(x, T) = C2 × sin nπ/100 x into e⁻n²π²/100² c²t. ഓക്കെ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ T. അടുത്ത് നമ്മൾ ഇതിൻ്റെ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് എടുത്തെഴുതും. മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ ഈസ് U(x, T) = summation n = 1 to infinity C2 എന്നുള്ളതിന് പകരം ഞാൻ an എന്ന് എഴുതുവാണ്. an × sin nπ/100 x into e⁻n²π² c²/100t. That is equation number 4. നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ ഏത് കൊടുക്കുവാണ്, അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 3 ഇൻ ഇക്വേഷൻ 3. ബൗണ്ടറി കണ്ടീഷൻ 3 എന്തുവാണ്, U(x, 0) = f(x). അപ്പോൾ ഈ തന്നേക്കുന്ന ഇക്വേഷൻ എങ്ങനെ മാറും, നിങ്ങൾ ഇക്വേഷൻ 4 എന്ന് പറയുന്നത് summation n = 1 to infinity an × sin nπ/100 x = f(x) എന്നായി മാറും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5 ആണ്. ഇക്വേഷൻ 5 എന്ന് പറയുന്നത് എന്തായി മാറും, ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് where an is equal to formula എന്തുവാ, 2/L × (0 to L) f(x) into sin nπ/Lx dx. ഓക്കെ. അവിടെ നോക്കിക്കേ, an = എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ഫോമുല എഴുതിയിട്ട് എല്ലിൻ്റെ സ്ഥാനത്ത് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, എന്നിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട 100 ആണ്. സോ ദിസ് ഈക്വൽ ടു 2/100 × (0 to 100) f(x) into sin nπ/100 x dx. ഓക്കെ. ഇനി നമ്മൾ ആ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യനകത്ത് 0 to 100 രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം 0 മുതൽ 50 വരെ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്, f(x)ൻ്റെ വാല്യൂ x ആണെന്നും 50 മുതൽ 100 വരെ f(x)ൻ്റെ വാല്യൂ 100 - x ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഈ ഇൻ്റഗ്രലിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം, ദിസ് ഇസ് ഈക്വൽ ടു 2/100 ഈസ് 1/50 ഇൻറ്റു രണ്ടായിട്ട് ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുക. ആദ്യം 0 to 50 അവിടെ f(x)ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ x ഇൻറ്റു sin nπ/100 x dx. രണ്ടാമത്തെ ആണെങ്കിലോ ഇൻ്റഗ്രൽ 50 to 100
50 to 100 എന്താ വരേണ്ടത്? 100 മൈനസ് എക്സ്, 100 മൈനസ് എക്സ് ഇൻറ്റു സൈൻ n പൈ ബൈ 100 എക്സ് ഡി എക്സ്. ഓക്കെ, ഞാൻ ആദ്യം ഈ പ്രോബ്ലം ഫുൾ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ പിന്നെ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ലെന്ത് ഇതുപോലെ വാല്യൂ മാറി വരുന്നത് വേവിക്കേഷനകത്ത് പ്രോബ്ലം ചെയ്തിട്ടുള്ളൂ, നിങ്ങളെ കൊണ്ട് ചെയ്യാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ സോൾവ്ഡ് എന്ന് പറഞ്ഞിട്ട് S2 കാർഡ് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് നോക്കിക്കൊള്ളണം. അതിനകത്ത് ലെന്ത് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, ഇടയ്ക്ക് കട്ടായിപ്പോയി, അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറയുവാണ്. ഇവിടെ ഈ സ്റ്റെപ്പിൽ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തത് ആദ്യത്തെ ഇൻറ്റഗ്രലിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതാണ് എക്സ് ഇൻറ്റു മൈനസ് കോസ് n പൈ ബൈ 100 എക്സ് ബൈ n പൈ ബൈ 100 താഴെ. രണ്ടാമത്തെ ടേം തുടങ്ങുന്നതിന് മുമ്പ് മൈനസ് സൈൻ, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു കോസിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ n പൈ ബൈ 100 ബൈ n പൈ ബൈ 100 ആണ്. ബട്ട് ഓൾറെഡി ഉള്ള ഈ മൈനസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ n പൈ ബൈ 100 കൂടെ ചേർന്നിട്ടാണ് അവിടെ n സ്ക്വയർ പൈ സ്ക്വയർ ബൈ 100 സ്ക്വയർ വന്നത്. ലിമിറ്റ് ഈസ് ഫ്രം 0 to 15. അടുത്ത രണ്ടാമത്തെ ഇൻറ്റഗ്രലിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള ബ്രാക്കറ്റ് ഇട്ടു. ഫസ്റ്റ് ടേമിന് 100 മൈനസ് എക്സ് എന്ന് പറഞ്ഞ് എഴുതി. സൈൻ n പൈ ബൈ 100ൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് കോസ് n പൈ ബൈ 100 എക്സ് ബൈ n പൈ ബൈ 100. അടുത്ത രണ്ടാമത്തെ ടേമിന് മുന്നേ ഇടേണ്ട സിമ്പിൾ മൈനസ് ആണ്. 100 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഈ -1, കാരണം ഇവിടെ മൈനസ് എക്സ് എന്നാണുള്ളത്, അതുകൊണ്ട് മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1 എന്നാവും. ഇനി മൈനസ് കോസ് n പൈ ബൈ 100 എക്സ് ബൈ n പൈ ബൈ 100നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് n പൈ ബൈ 100 എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ n പൈ ബൈ 100 എക്സ് ബൈ n പൈ ബൈ 100 ആണ്. ബട്ട് നേരത്തെ ഉള്ള മൈനസ് ഇവിടെ വന്നു, ആ മൈനസ് ഇവിടെ ഇട്ടു. നേരത്തെ ഉണ്ടായിരുന്ന n പൈ ബൈ 100 മൾട്ടിപ്ലൈ ആയിട്ടാണ് ഇവിടെ n സ്ക്വയർ പൈ സ്ക്വയർ ബൈ 100 സ്ക്വയർ ആയത്. ലിമിറ്റ് ഈസ് ഫ്രം 50 to 100. ഇത് ലിമിറ്റ് അപ്ലൈ ആണ്. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിക്കേ, ആദ്യത്തെ എക്സിൻ്റെ സ്ഥാനത്ത് 50 കൊടുത്തു. 50 ഇൻറ്റു ഡിനോമിനേറ്റർ റെസിപ്രോക്കൽ 100 ബൈ n പൈ എന്ന് എഴുതി. കോസ് n പൈ ബൈ 100 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 50, 100 കൂടെ പോകുമ്പോൾ താഴെ 2 അല്ലേ വരുന്നത്. സോ അതാണ് കോസ് n പൈ ബൈ 2. ഓക്കെ, മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരുന്നുണ്ട്. ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 100 സ്ക്വയർ ബൈ n സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു സൈൻ n പൈ ബൈ 2. അതെന്താ ഞാൻ ചെയ്ത് കാണിക്കാത്ത? സൈൻ n പൈ ബൈ 100 ഇൻറ്റു 50 എന്നാണ് പറഞ്ഞാൽ 50 100 പോകുമ്പോൾ ബാക്കി അവിടെ 2 ആണ് വരുന്നത്. സോ ആ ലിമിറ്റ് കഴിഞ്ഞു. മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് ഞാൻ ബ്രാക്കറ്റ് ഇട്ടു, ലിമിറ്റ് കൊടുക്കുവാണ്. എക്സിൻ്റെ സ്ഥാനത്ത് 0 വരുമ്പോൾ ഈ ടേം മൊത്തത്തിൽ 0 ആയി പോകും. രണ്ടാമത് ഇവിടെ സൈനാണുള്ളത്, സൈൻ എക്സിന് 0 കൊടുക്കുമ്പോൾ സൈൻ 0 ആണ്. സോ ലോവർ ലിമിറ്റും കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ബ്രാക്കറ്റ് ഇടുവാണ്, ഈ പ്ലസ് സിമ്പിൾ ഇട്ടു. അടുത്ത ബ്രാക്കറ്റ് തന്നെ അപ്പർ ലിമിറ്റ് കൊടുക്കാനാണ്. ഇവിടെ അപ്പർ ലിമിറ്റ് 100 ആണ്. 100 മൈനസ് 100 0 ആയത് കാരണം ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 0 ആയി പോകും. അടുത്ത് ഇവിടെ നോക്കിക്കേ, സൈൻ n പൈ ബൈ 100 ഇൻറ്റു എക്സ് എന്ന് നടക്കണം. അപ്പോൾ ആ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ 100 എഴുതുമ്പോൾ 100 ക്യാൻസൽ ആയിപ്പോൾ ബാക്കിയുള്ളത് എന്താ? സൈൻ n പൈ ആണ്. സൈൻ n പൈ ഈക്വൽ ടു എന്തുവാണ്? 0 ആണ്. സോ ഈ ടേമും എന്തായി പോവും? 0 ആവും. സോ അപ്പർ ലിമിറ്റ് മൊത്തത്തിൽ 0 ആയിപ്പോയി. മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് കൊടുക്കുവാണ്. ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തുവാണ്? ലോവർ ലിമിറ്റ് എക്സിൻ്റെ സ്ഥാനത്ത് കൊടുക്കേണ്ടത് 50 ആണ്. അപ്പോൾ 100 മൈനസ് 50 എന്താ? 50 ഇൻറ്റു ഡിനോമിനേറ്റർ റെസിപ്രോക്കൽ 100 ബൈ n പൈ. തീർന്നിട്ടില്ല, ഫ്രണ്ടിലൊരു മൈനസ് സൈൻ ഉണ്ട്, അത് ഞാൻ ഇവിടെ ഇട്ടു. കോസ് n പൈ ബൈ 100 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ കോസ് n പൈ ബൈ 2. ഓക്കെ, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, ഡിനോമിനേറ്റർ റെസിപ്രോക്കൽ 100 സ്ക്വയർ ബൈ n സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു സൈൻ n പൈ ബൈ 2. ഇപ്പോഴാണ് ലിമിറ്റ് കംപ്ലീറ്റ് ആയത്. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഈ ബ്രാക്കറ്റാണ് ഈ ക്ലോസ് ചെയ്തേക്കുന്നത്. ഇനി നോക്കിക്കേ, ഒന്നുപോലത്തെ ടേം എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കേ. മൈനസ് 50 100 ബൈ n പൈ കോസ് n പൈ ബൈ 2, മൈനസ് ഓഫ് മൈനസ് പ്ലസ് 50 100 ബൈ n പൈ കോസ് n പൈ ബൈ 2. ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും ആണ്. സോ അതങ്ങ് ക്യാൻസൽ ആയിപ്പോയി. ഇനി ഇവിടെ ഈ 100 സ്ക്വയർ n സ്ക്വയർ പൈ സ്ക്വയർ സൈൻ n പൈ ബൈ 2, ഇവിടെ ഒരു മൈനസ് സിമ്പിൾ ഉണ്ട്. ബട്ട് പുറത്തും ഒരു മൈനസ് എടുപ്പുണ്ട്. അപ്പോൾ ആ മൈനസ് അകത്തേക്ക് വരുമ്പോൾ ഇത് പ്ലസ് ആവും. 2 ഇൻറ്റു 100 സ്ക്വയർ എന്ന് പറയും. 100 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തുവാണ്? ദിസ് ഈക്വൽ ടു 1/50 ഫ്രണ്ടിൽ കിടപ്പുണ്ട് കേട്ടോ. ഈ രണ്ട് ടേമും കൂടി ചേർന്ന് 2 ഇൻറ്റു 100 സ്ക്വയർ, കറക്റ്റ് അല്ലേ? 10,000 എന്നായി. ബൈ n സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു സൈൻ n പൈ ബൈ 2. ഇതാണ് നമ്മുടെ എന്തെന്ന് കിട്ടിയത്? ANൻ്റെ ആൻസർ ആയിട്ട് കിട്ടിയത്. 2ഉം 50 കൂടെ പോവുകയാണെങ്കിൽ ഇവിടെ 25 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ടൈറ്റ്ലി സ്ട്രെച്ച്ഡ് സ്ട്രിങ് ഓഫ് ലെന്ത് L. ലെന്ത് L ഉള്ള ഒരു സ്ട്രിങ് വിത്ത് ഫിക്സഡ് എൻഡ് ഈസ് ഇനിഷ്യലി ഇൻ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇറ്റ് ഈസ് സെറ്റ് വൈബ്രേറ്റിംഗ് ബൈ ഗിവിംഗ് ഈച്ച് പോയിന്റ് എ വെലോസിറ്റി V0 sin Q pi x by L. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ സ്ട്രിങ് അറ്റ് എനി ടൈം t. ഇതും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ സൊല്യൂഷൻ ഞാനിപ്പോൾ തരാം. ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെയ്തിട്ടുണ്ട്. വെലോസിറ്റി തന്നിട്ടുള്ള പ്രോബ്ലം ആണിത്. ഓക്കെ, 7 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ്. ആ ഇൻറ്റഗ്രേഷൻ വരുന്ന സ്റ്റെപ്പിനും ലാസ്റ്റ് ആൻസറിനുമാണ് എപ്പോഴും 2 മാർക്ക് എന്ന് പറയണം. ഇവിടെ ഇപ്പോൾ ഇൻറ്റഗ്രേഷൻ ചെയ്യേണ്ട കാരണം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ആ ഇതിൻ്റെ സൊല്യൂഷനും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എൻ ഇൻസുലേറ്റഡ് റോഡ് ഓഫ് ലെന്ത്
L has its ends A and B are maintained at 0 and 100 degrees Celsius. ഭയങ്കര പ്രശസ്തമായിട്ട് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ ഏത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ പ്രിവെയിൽ ആൻഡ് ദ ടെമ്പറേച്ചർ അറ്റ് ബി ഈസ് ലോവേർഡ് ടു 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് മെയിൻറ്റെയിൻഡ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ തൊള്ളേ ഫൈൻ. ഇതും നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും സൊല്യൂഷനും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ സൊല്യൂഷനായി നമ്മൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ കാരണം നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ടെസ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇതിനകത്ത് എല്ലാം കിടക്കുന്നത്. നിങ്ങളുടെ ഗ്രവാളിൻ്റെ ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ഇതിനകത്ത് എനിക്ക് കാണാൻ പറ്റുന്നതല്ല. ഓക്കെ, next question. A tightly stretched string of length L with fixed ends is initially in equilibrium position. It is set vibrating by giving each point a velocity v0 sin cube pi x by L. Find the displacement y of x comma t. സെയിം പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ? ഏതിനകത്താണ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഗിവൺ ആയിട്ടുള്ള പ്രോബ്ലത്തിനകത്ത് ഇതുപോലെ സൈൻ ക്യൂബ് വരുന്ന പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെയാണ് കഴിഞ്ഞ പ്രോബ്ലം ഇതും നമ്മൾ തിരിച്ചറിയുന്നത്? കഴിഞ്ഞ പ്രോബ്ലം ഒരു പോളിനോമിയലായിരുന്നു തന്നിട്ടുണ്ടായിരുന്ന വെലോസിറ്റി ആയിട്ട്. ഇവിടെയും എന്താ തന്നിരിക്കുന്നത്? ഈച്ച് ഓഫ് പോയിന്റ് ഈസ് എന്താ വൈബ്രേറ്റിംഗ് വിത്ത് എ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത്. വെലോസിറ്റി v0 is equal to തന്നിരിക്കുന്നത് ട്രിഗണോമെട്രിയാണ്. അപ്പോൾ ട്രിഗണോമെട്രി വരണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഫൊറിയർ കണ്ടുപിടിക്കേണ്ട, പകരം എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സോ നമുക്ക് ചെയ്യാം. ആദ്യം നമ്മൾ എന്താ എഴുതണേ? ഇത് വേവ് ഇക്വേഷൻ ആയത് കാരണം ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് വേവ് ഇക്വേഷൻ്റെ ഫോമിൽ എഴുതി. അടുത്തെന്താ എഴുതാറ്? ബൗണ്ടറി കണ്ടീഷൻ. ബൗണ്ടറി കണ്ടീഷൻ എന്തൊക്കെയാണ്? ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ y ഓഫ് 0 കോമ ടി ഈസ് ഈക്വൽ ടു 0. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ എന്തുവാ? ലെന്ത് എല്ലാം ഇവിടെ. സോ y ഓഫ് എൽ കോമ ടി ഈസ് ഈക്വൽ ടു 0. അടുത്ത തേർഡ് ബൗണ്ടറി കണ്ടീഷൻ എന്താ? ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടില്ലാത്ത കാരണം y ഓഫ് എക്സ് കോമ 0 ഈസ് ഈക്വൽ ടു 0. ഫോർത്ത് ബൗണ്ടറി കണ്ടീഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് ഡോ വൈ ബൈ ഡോ ടി ഓഫ് എക്സ് കോമ 0. ഇനിഷ്യൽ വെലോസിറ്റിയാണ് തന്നിരിക്കുന്നത്. വെലോസിറ്റി എന്തും തന്നിട്ടുണ്ട്? v0 ഇൻറ്റു സൈൻ ക്യൂബ് പൈ ബൈ എൽ എക്സ് അല്ലെങ്കിൽ പൈ എക്സ് ബൈ എൽ. ആദ്യത്തെ രണ്ടിടത്ത് ഒരു 4 ഓൾ ടി എന്നുള്ളത് കൂടി ഇട്ടോളൂ. അപ്പോൾ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു, നമുക്ക് ഒരു മാർക്ക് കിട്ടി. അടുത്തത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എഴുതുന്ന സാധനം എന്തുവാണ്? ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ അല്ലേ? ദെർഫോർ ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ ഈസ് എപ്പോഴും എഴുതുന്ന ഫോമുലയാണ്, മറന്നു പോരുത്. ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ ഈസ് y ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു c1 ഇൻറ്റു കോസ് പി എക്സ് പ്ലസ് c2 ഇൻറ്റു സൈൻ പി എക്സ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് c3 ഇൻറ്റു കോസ് പി സി ടി പ്ലസ് c4 ഇൻറ്റു സൈൻ പി സി ടി. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ 1. നമുക്ക് ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കാം. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 1 ഇൻ ഇക്വേഷൻ 1. എന്താ ബൗണ്ടറി കണ്ടീഷൻ 1? y ഓഫ് 0 കോമ ടി ഇസ് ഈക്വൽ ടു 0. മനസ്സിലാലോചിച്ചാലും മതി. എന്തിൻ്റെ സ്ഥാനത്താണ് 0 എടുക്കണം? എക്സിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ കോസ് 0 1 ആവും, സൈൻ 0 0 ആവും. ബാക്കി ഇവിടെ എന്താ ഇനിയുള്ള c1 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഈ ബ്രാക്കറ്റ് ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. അതിൽ ടി ഉള്ള ഈ ബ്രാക്കറ്റ് ഒരിക്കലും 0 ആകാൻ പോകത്തില്ല. കാരണം എന്താ? ടി വേരിയബിൾ ആണ്. സോ ഇവിടെ ആരാ 0 ആവുക? c1 ഈക്വൽ ടു 0. ഡിസ്പ്ലേസ്മെൻറ്റ് തരുന്ന പ്രോബ്ലം മുതൽ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പാണിത് അല്ലേ? അപ്പോൾ നമുക്കത് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റി. ഇതിനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ എഴുതാവോ? Therefore new suitable solution is y of x comma t is equal to ഇവിടെ വെറും suitable solution എന്ന് എഴുതേണ്ട കേട്ടോ, സോറി. അപ്പോൾ y of x comma t is equal to c1 0 ആയി പോകുമ്പോൾ ബാക്കി എന്താ? c2 ഇൻറ്റു സൈൻ പി എക്സ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് c3 കോസ് പി സി ടി പ്ലസ് c4 സൈൻ പി സി ടി. കഴിഞ്ഞ പ്രോബ്ലത്തിൽ അതേ സ്റ്റെപ്പ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണം. ഇതിനൊന്നും നിർബന്ധമില്ല. ആസ് പെർ ദ എബോവ് പ്രോബ്ലം എഴുതി പറഞ്ഞു തന്നാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ എല്ലാം ചെയ്ത് കാണിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 2 ഇൻ ഇക്വേഷൻ 2. ഇതാ ഇക്വേഷൻ 2, ഇപ്പോഴത്തെ പുതിയ സ്യൂട്ടബിൾ സൊല്യൂഷൻ. ഇക്വേഷൻ 2ൽ കൊടുക്കുമ്പോൾ ബൗണ്ടറി കണ്ടീഷൻ 2 എന്താ? y ഓഫ് എൽ കോമ ടി ഈസ് ഈക്വൽ ടു 0. മനസ്സിലൊന്ന് ആലോചിക്കുക. എക്സിൻ്റെ സ്ഥാനത്താണ് എൽ. ഇവിടെ എക്സ് ഇവിടെ മാത്രമേ ഉള്ളൂ. പി എക്സ് കണ്ടോ? അവിടെ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പം ഈ ബ്രാക്കറ്റിലുള്ള ആൾ 0 ആകത്തില്ല. കാരണം ഇത് ടീയുടെ ടേമിലുള്ള ഒരു ഫംഗ്ഷൻ ആയത് കാരണം ഇവരൊരിക്കലും 0 ആകത്തില്ല. c2 0 ആയി പോയാൽ ഈ സൊല്യൂഷനെ, ഇതല്ലേ നിങ്ങളുടെ പുതിയ സൊല്യൂഷൻ, ഈ സൊല്യൂഷൻ തന്നെ 0 ആയി പോകും. പിന്നെ ആരേ 0 ആകത്തുള്ളൂ? സൈൻ പി എൽ മാത്രമേ 0 ആകത്തുള്ളൂ. സൈനിൻ്റെ വാല്യൂ 0 ആവുന്ന എപ്പോഴാണ് നമുക്കറിയാം? സൈൻ എൻ പൈ ആണ് 0. സോ പി എല്ലിനെ നമ്മൾ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യും? എൻ പൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ പി ഈസ് ഈക്വൽ ടു എൻ പൈ ബൈ എൽ എന്ന് കിട്ടും. ഓക്കെ, അതിനെക്കൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ ഒന്നുകൂടെ എടുത്ത് എഴുതുവാണെങ്കിൽ therefore നമ്മുടെ സൊല്യൂഷൻ ഇപ്പോൾ എങ്ങനെയായി മാറി?
ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ ഈസ് y ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു പി എവിടെയൊക്കെ ഉണ്ടായിരുന്നോ അവിടെയെല്ലാം നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും n പൈ ബൈ എൽ എക്സ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് C3 ഇൻറ്റു കോസ് n പൈ സി ബൈ എൽ ടി പ്ലസ് C4 ഇൻറ്റു സൈൻ n പൈ സി ബൈ എൽ ടി. ഓക്കെ, ഇതിൽ C2നെ കൂടെ അകത്തേക്ക് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇത് എങ്ങനെ മാറും? സൈൻ n പൈ ബൈ എൽ എക്സ് ഇൻറ്റു C2 ഇൻറ്റു C3 എന്ന് പറയുന്നത് എ ഇൻറ്റു കോസ് n പൈ സി ബൈ എൽ ടി പ്ലസ് C2 ഇൻറ്റു C4 എന്ന് പറയുന്നത് ബി ഇൻറ്റു സൈൻ n പൈ സി ബൈ എൽ ടി. ഓക്കെ, ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അടുത്തെന്താ നമ്മൾ ചെയ്യുന്നത്? തേർഡ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കാൻ പോവാണ്. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 3 ഇൻ ഇക്വേഷൻ 3. ഓക്കെ, ബൗണ്ടറി കണ്ടീഷൻ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? y ഓഫ് എക്സ് കോമ 0 ഇസ് ഈക്വൽ ടു 0. ടിയുടെ സ്ഥാനത്താണ് 0. അപ്പം ടി ഈ ബ്രാക്കറ്റിനകത്ത് മാത്രമേ ഉള്ളൂ. കോസ് 0 എന്തുവാണ്? 1 ആണ്. സോ എ എവിടെ ഉണ്ടാവും? സൈൻ 0 0 ആണ്. സോ ഈ ടേം പോയി. സോ എ ഇൻറ്റു സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടണേ. അല്ല, സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഒരിക്കലും 0 ആകത്തില്ല. സോ ആരാ ഇവിടെ 0 ആവുന്നത്? എ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പം നമ്മുടെ ഈ ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷനിൽ എ എന്നുള്ള പാർട്ട് 0 ആയി കഴിയുമ്പോൾ ബാക്കി എന്താ ഉള്ളത്? Therefore, new suitable solution is y of x comma t is equal to a 0 ആയി പോയി. ബാക്കി എന്താ ഇനി ഇവിടെ ഉണ്ടായിരുന്നത്? b ഉണ്ടായിരുന്നു. സൈൻ n പൈ ബൈ എൽ എക്സ് ഇൻറ്റു സൈൻ n പൈ സി ബൈ എൽ ടി. ഓക്കെ, ഇനി നമുക്ക് കൊടുക്കാനുള്ള ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷനാണ്. അപ്പോൾ ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ കിട്ടുന്ന ഇക്വേഷൻ നമ്മൾ എപ്പോഴും എന്ത് വിളിക്കും? മോസ്റ്റ് general solution is y of x comma t is equal to സിഗ്മ എന്നുള്ളൊരു സിമ്പിൾ കൊടുത്തു. n equal to 1 to infinity, b എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് സഫിക്സിൽ n എന്നുള്ള കൂടെ കൊടുത്തോളാം, ഇൻറ്റു സൈൻ n പൈ ബൈ എൽ എക്സ് ഇൻറ്റു സൈൻ n പൈ സി ബൈ എൽ ടി. ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ, ഇപ്പോൾ ഏതൊരു എത്തി? ഇക്വേഷൻ നമ്പർ 3 വരെ എഴുതിയിരുന്നു. സോ ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുകയാണ്. ഞാനൊരു ബോക്സിനകത്തേക്ക് മാറ്റി നിർത്തി, കാരണം ഇതാണ് എൻ്റെ ലാസ്റ്റ് ആൻസർ ആവാൻ പോണേ. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോണേ? ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കാൻ പോവാണേ. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 4 ഇൻ ഇക്വേഷൻ 4 എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴാണ് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ 4 എന്തുവാണ്? ഡോ വൈ ബൈ ഡോ ടി ഓഫ് എക്സ് കോമ 0 ആണ്. അപ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇയാളെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 4 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു ടി, വിത്ത് റെസ്പെക്ട് ടു ടിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ നോക്കിക്കേ, ഇതിങ്ങനെ മാറും. ഡോ വൈ ബൈ ഡോ ടി ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ ഇൻറ്റു സൈൻ n പൈ ബൈ എൽ എക്സ് അവിടെ കോൺസ്റ്റൻ്റ് ആണ്. സൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോസ് n പൈ സി ബൈ എൽ ടി ഇൻറ്റു n പൈ സി ബൈ എൽ. ഇതിൽ ബി എൻ ഇൻറ്റു n പൈ സി ബൈ എല്ലിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ എന്ന് ഞാൻ ഇവിടെ വിളിച്ചു. എ എൻ ഇൻറ്റു സൈൻ n പൈ ബൈ എൽ എക്സ് ഇൻറ്റു കോസ് n പൈ സി ബൈ എൽ ടി എന്ന് എഴുതി. അതിൽ എ എൻ എന്ന് ഞാൻ വിളിച്ചത് ആരെയാണ്? എ എൻ ഇസ് ഈക്വൽ ടു ബി എൻ ഇൻറ്റു n പൈ സി ബൈ എല്ലിനെ വിളിച്ചത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ബോക്സിനകത്ത് ഇട്ട് വെക്കും, കാരണം ലാസ്റ്റ് ആൻസറിൽ എനിക്ക് തിരിച്ചുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ഞാൻ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുവാണേ. സോ അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 4 ഇൻ ഇക്വേഷൻ 5, ഇയാളെ ഇക്വേഷൻ 5 എന്ന് വിളിച്ചു. ഇക്വേഷൻ 5ക്കകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 4 ഇൻ ഇക്വേഷൻ 5 കൊടുക്കുമ്പോഴേക്ക് എങ്ങനെയാണ് വരുന്നത്? ഡോ വൈ ബൈ ഡോ ടി ഓഫ് എക്സ് കോമ 0 ഇസ് ഈക്വൽ ടു വി നോട്ട് ഇൻറ്റു സൈൻ ക്യൂബ് പൈ എക്സ് ബൈ എൽ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. ഡോ വൈ ബൈ ഡോ ടി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ, സമ്മേഷൻ n equal to 1 to infinity an ഇൻറ്റു സൈൻ n പൈ ബൈ എൽ എക്സിന് ചേഞ്ച് ഒന്നുമില്ല. കോസ് 0 ടിയുടെ സ്ഥാനത്ത് 0 ആകുമ്പോൾ കോസ് 0 1 ആവും. ഇസ് ഈക്വൽ ടു വി നോട്ട് ഇൻറ്റു സൈൻ ക്യൂബ് പൈ എക്സ് ബൈ എൽ എന്നാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ട്രിഗണോമെട്രി വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വേറെ ഒന്നും ആലോചിക്കണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്താൽ മതി. ഇതിനെ എക്സ്പാൻഡ് ചെയ്യട്ടെ. n-ന് 1 വരുമ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? a1 ഇൻറ്റു സൈൻ പൈ എക്സ് ബൈ എൽ. n-ന് 2 വരുമ്പോഴോ a2 ഇൻറ്റു സൈൻ 2 പൈ എക്സ് ബൈ എൽ. ഓക്കെ, n-ന് 3 വരുമ്പം a3 ഇൻറ്റു സൈൻ 3 പൈ എക്സ് ബൈ എൽ പ്ലസ് n-ന് 4 വരുമ്പോഴോ a4 ഇൻറ്റു സൈൻ 4 പൈ എക്സ് ബൈ എൽ പ്ലസ് എക്സെട്ര ഇസ് ഈക്വൽ ടു സൈൻ ക്യൂബ് തീറ്റ. ഇന്നലെ പറഞ്ഞതാണ് സൈൻ ക്യൂബ് തീറ്റ ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു
3 sin തീറ്റ മൈനസ് സൈൻ 3 തീറ്റ. 3 sin തീറ്റ മൈനസ് സൈൻ 3 തീറ്റ. ഈ ഫോമുല ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണേ. ഈ 1/4 വരുമ്പോഴാണ് അത് V0/4 ഇൻറ്റു 3 sin തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ഇവിടെ πx/L മൈനസ് സൈൻ 3 തീറ്റ എന്ന് പറഞ്ഞാൽ 3πx/L. ഓക്കെ, നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്തു. ഇനി നോക്കുമ്പോഴും രണ്ട് സൈഡും സൈൻ്റെ ടേം ആവുള്ളത്. സോ ഇക്വേറ്റിംഗ് കോയിഫിഷ്യൻറ്റ് ഓഫ് ലൈക്ക് ടേംസിൻ്റെ കോയിഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ ശ്രദ്ധിക്കാതെ ഇവിടുത്തെ സൈൻ πx/L എന്ന ടേം ഇവിടെ ഈ സൈഡിലുണ്ട്, ഇപ്പോഴത്തെ സൈഡും സൈൻ πx/L എന്നുള്ള ടേം ഉണ്ട് കേട്ടോ. രണ്ടിൻ്റെ കോയിഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? A1 ആണ് LHS പാർട്ടിലെങ്കിൽ RHS പാർട്ടിൽ 3 ആണ് കിടക്കണം. 3 മാത്രമല്ല, ബ്രാക്കറ്റിനകത്ത് പുറത്തൊരാൾ കിടക്കുന്നുണ്ടോ? 3V0/4. അടുത്ത സൈൻ 2πx/L കോയിഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ A2 = 0. അടുത്ത സൈൻ 3πx/Lൻ്റെ കോയിഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ A3 = -V0/4. കണ്ടോ, ഇവിടെയും സൈൻ 3πx/L ഉണ്ട്, ഇവിടെയും സൈൻ 3πx/L ഉണ്ട്. സോ A3യുടെ കോയിഫിഷ്യൻറ്റ് ഇവിടെ മൈനസ് ആണ്. ഈ V0/4 അകത്തേക്ക് വന്നപ്പോഴാണ് -V0/4. അടുത്തിന് സൈൻ 4πx/L സൈൻ 5πx/L ഒന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോയിഫിഷ്യൻറ്റ് എന്തായി പോയി എന്ന് അർത്ഥം? 0 ആയിപ്പോയി. സോ A4 = 0, A5 = 0, അങ്ങോട്ടുള്ള എല്ലാ ആൾക്കാരും 0 ആയി പോവാണ്. Therefore the solution is സൊല്യൂഷൻ എന്ന് പറഞ്ഞ് എഴുതാറായില്ല. ഇതിപ്പോൾ എന്താ കിട്ടിയിട്ടുള്ളത്? എൻ്റെ A1 A3 ഒക്കെ കിട്ടിയിരിക്കുന്നത്. എനിക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വേണ്ട? B ആണ് വേണ്ടത്. സോ എയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്താ? AN = BN × N/C/L. സോ A1 എന്ന് പറയുന്ന സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ B1 എന്ന് ആക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം? A1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? B1 × Nൻ്റെ സ്ഥാനത്ത് 1 വരുമ്പോൾ 1 × πC/L = 3V0/4. or B1 = 3V0L/πC4 or 4πC. ഈ പൈസീനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, എല്ലിനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ താഴോട്ട് കൊണ്ടുവന്നു. അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് എന്താ തിരിച്ചല്ലേ വരിക? അതുപോലെ അടുത്ത A2 എന്ന് പറയുമ്പോൾ എന്തായി വരും? A2 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ തന്നെ B2 0 ആയി പോകും. A2 0 എന്ന് പറഞ്ഞാൽ B2 0 തന്നെയല്ലേ. അടുത്ത A3യുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എന്താ പറയേണ്ടത്? B3 × 3πC/L = -V0/4. B3 × 3πC/L. സോ B3 = L അങ്ങോട്ടേക്ക് പോകുമ്പോൾ -V0L ഈ 3πC4ൻ്റെ കൂടെ താഴേക്ക് വരുമ്പോൾ 4 × 3 12 ആണ്, 12πC. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും B4ഉം B5ഉം ഒക്കെ എന്തായി പോവാണ്? 0 ആയി പോവാണ്. പിന്നെ അങ്ങോട്ട് എല്ലാവരും 0 ആണ്. സോ സൊല്യൂഷൻ എങ്ങനെ മാറും? Therefore the solution is y of x, t is equal to, നോക്കിക്കേ, n = 1 ആവുമ്പോൾ ഈ നിങ്ങളുടെ സൊല്യൂഷൻ എങ്ങനെയാണ് വരുന്നത്? സമ്മേഷൻ n = 1 വരുമ്പോൾ ഇത് വരുന്നത് B1 × sin πx/L sin πC/LT. B = 2 ആവുമ്പോൾ B2 × sin 2πx/L sin 2πC/LT പ്ലസ് n = 3 ആവുമ്പോൾ B3 × sin 3πx/L sin 3πC/LT പ്ലസ് എക്സെട്ര. നമുക്കിതിൽ B1ഉം B3യും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും 0. സോ ഇതിൻ്റെ ആൻസർ എടുത്ത് എഴുതുമ്പോൾ B1ൻ്റെ സ്ഥാനത്ത് 3V0L/4πC sin πx/L sin πC/LT പ്ലസ് അടുത്ത് B2 എഴുതാത്തതിന് കാരണം എന്താണ്? 0 ആയിപ്പോയി. സോ ഈ ടേം അങ്ങ് 0 ആയിപ്പോയി. ഈ ടേം മൊത്തത്തിൽ അങ്ങ് ഇല്ലാണ്ടായി. അടുത്ത് B3യുടെ സ്ഥാനത്ത് എന്താ വരേണ്ടത്? B3 എന്ന് പറഞ്ഞാൽ -V0L/12πC sin 3πx/L sin 3πC/LT. ഓക്കെ, ലാസ്റ്റ് ആൻസറായി. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് കേസിൽ സെയിം ക്വസ്റ്റ്യൻ ചെയ്തത് തന്നെയാണ്. നമ്മൾ ഓർമ്മിക്കേണ്ട ഒരേ ഒരു കാര്യം എന്തുവാണ്? സൈൻ്റെ ടേമിലുള്ള ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതെങ്കിൽ ഫോറിയർ സീരീസ് എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കേണ്ട. നമുക്ക് ഇതുപോലെ എന്ത് ചെയ്താൽ അങ്ങോട്ട് രണ്ട് സൈഡും എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ വേണ്ട, അല്ലാതെ തന്നെ എന്ത് ചെയ്താൽ നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്ത് ആൻസറിലേക്ക് കണ്ടെത്താൻ പറ്റും. ഫോറിയർ ഹാഫ് റേഞ്ച്, ഫോറിയർ സൈൻ സീരീസ് എന്നുള്ള സ്റ്റെപ്പ് വേണ്ട. ഓക്കെ, നോക്കി ഇവിടെ എന്താ പറഞ്ഞിരിക്കണേ? ഒരു റോഡ്, അതിൻ്റെ ലെന്ത് എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? L സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ L സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ലെന്ത് എന്ന് പറയുന്നത്. ലെന്ത് = L. രണ്ട് എൻഡിനെയും നമ്മൾ ക്യാപിറ്റൽ A എന്നും B എന്നുമാണ് വിളിക്കുന്നത്.
ആർ മെയിൻറ്റെയിൻഡ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 100 ഡിഗ്രി സെൽഷ്യസ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ആദ്യത്തെ ടെമ്പറേച്ചർ എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ അടുത്ത 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്യാണ്. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്യാണ്. ദെൻ ഇഫ് ബി ഈസ് സഡൻലി റെഡ്യൂസ് ടു 0 ഡിഗ്രി സെൽഷ്യസ്. ബി എന്ന് പറയുന്നത് ഓൾറെഡി 100 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്തതിന് ശേഷം ബി എന്ന് പറയുന്നത് എത്രയായി മാറി? 0 ഡിഗ്രി സെൽഷ്യസ് ആയി. എന്നിട്ട് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുകയാണ്. ആൻഡ് മെയിൻറ്റെയിൻഡ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഫൈൻഡ് ദ ടെമ്പറേച്ചർ അറ്റ് എ ഡിസ്റ്റൻസ് എക്സ്. നമുക്ക് ടെമ്പറേച്ചറാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. യു ഓഫ് എക്സ് കോമ ടി ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇപ്പം ബിയുടെ ടെമ്പറേച്ചർ മാത്രം റെഡ്യൂസ് ചെയ്ത കാര്യമേ പറയുന്നുള്ളൂ. കാരണം എന്താ? എയുടെ ടെമ്പറേച്ചർ ഓൾറെഡി നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതെല്ലാം രണ്ട് എൻഡിലെയും ടെമ്പറേച്ചർ 0 ആവുന്ന തരത്തില്ല. അപ്പോൾ ഇവിടെ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്തതിന് ശേഷം രണ്ട് എൻഡിലെയും ടെമ്പറേച്ചർ എന്താവുന്നുണ്ട്? 0 ആവുന്നുണ്ട്. അതിന് മുന്നേ നോൺ 0 ആയിരുന്നു. ഒരു എൻഡിൽ 0 ആണെങ്കിലും ബി എന്ന് പറയുന്ന എൻഡിൽ എന്താ 100. അതായത് നോൺ 0 ആയിരുന്നു ഫസ്റ്റ്. പിന്നെ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്തതിന് ശേഷം 0 ആയി മാറി. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ. അത് എങ്ങനെയാണ് രണ്ടാമത്തെ ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത്? എന്തുവാണ് ഹീറ്റ് ഇക്വേഷനകത്തുള്ളത്? ആദ്യം നോൺ 0 വാല്യൂസ് ആയിരിക്കും. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്തതിന് ശേഷം നമുക്ക് 0 ആയി മാറും. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ ഇനിഷ്യൽ ടെമ്പറേച്ചർ എന്നുള്ള സാധനം തന്നിട്ടുണ്ടോ? ഇല്ല. യു ഓഫ് എക്സ് കോമ 0 തന്നിട്ടില്ല. പകരം സ്റ്റഡി സ്റ്റേറ്റ് എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ആ വേർഡ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. സ്റ്റഡി സ്റ്റേറ്റ് ആണെങ്കിൽ യു ഓഫ് എക്സ് കോമ 0 ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല എന്തുവാണ്? എ എക്സ് പ്ലസ് ബി എന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇതിൽ എയും ബി എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യണമെന്ന് പറയട്ടെ. എക്സ് എന്ന് പറയുന്നത് എന്താ? ഇവിടെ ഡിസ്റ്റൻസിനാണല്ലോ എക്സ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ലെന്ത് എത്രയാണ്? എൽ. അപ്പോൾ എക്സ് ലെന്ത് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0. ഫൈനൽ പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ എന്തുവാ? എൽ. അപ്പോൾ അതാണ് നമ്മളെപ്പോഴും ഈ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ ലെന്ത് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു 10ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ആദ്യം എക്സിന് 0 കൊടുക്കുമ്പം ഈ ടെമ്പറേച്ചർ എങ്ങനെയായി മാറും? യു ഓഫ് 0,0 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 0 പ്ലസ് ബി. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്തു. അപ്പോൾ ഈ ഇക്വേഷനിൽ എ ഇൻറ്റു 0 പ്ലസ് ബി എന്നല്ലേ വരിക? യു ഓഫ് 0,0 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ടെമ്പറേച്ചർ അറ്റ് ടി ഈസ് ഈക്വൽ ടു 0. ടൈം 0 ആകുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ടെമ്പറേച്ചർ എന്തുവാണത്? നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ടെമ്പറേച്ചറാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആദ്യം തന്നിരിക്കുന്ന ടെമ്പറേച്ചർ എന്താ? എ എന്ന് പറയുന്ന സ്ഥാനത്ത് 0 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ബി. അപ്പോൾ ബി ഈക്വൽ ടു എന്തെന്ന് കിട്ടി? നമുക്ക് 0 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ സൈഡിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കണം യു ഓഫ് 0,0 എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്യുന്നതിന് മുൻപുള്ള ടെമ്പറേച്ചറാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മറന്നുപോയത്. അപ്പോൾ ആദ്യം 20, 30 എന്നാണെങ്കിൽ നമ്മളിവിടെ കൊടുക്കേണ്ടത് എന്തായിരുന്നു? 20 എന്നാണ് കൊടുക്കാനുണ്ടായിരുന്നത്. ഇനി അടുത്ത് കൊടുക്കേണ്ടത് വെൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സിൻ്റെ ലെന്ത് എന്ന് പറയുന്ന ലെന്ത് എൽ ആയിരുന്നു. സോ എക്സ് ഇസ് ഈക്വൽ ടു ഫൈനൽ പോയിന്റ് എന്തുവാ? എൽ ആണ്. So u of L,0 is equal to a into L plus b. ഇനി നോക്കിക്കേ, യു ഓഫ് L,0 എന്ന് പറഞ്ഞാൽ ഫൈനൽ പോയിന്റിലെ ടെമ്പറേച്ചർ. ഫൈനൽ പോയിന്റിലെ ടെമ്പറേച്ചർ ബിഫോർ അറ്റൈനിങ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ടെമ്പറേച്ചർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടെമ്പറേച്ചർ എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 100 എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫൈനൽ പോയിന്റിൽ. അപ്പോൾ ആ 100 ആണ് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എൽ പ്ലസ് ബി എന്താ നമുക്ക് കിട്ടിയത്? 0. സോ എ ഇസ് ഈക്വൽ ടു 100 ബൈ എൽ. നമുക്ക് ആ കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ചെയ്യാന്നുള്ളതായിരുന്നില്ലേ ലക്ഷ്യം? അപ്പോൾ കോൺസ്റ്റൻറ്റ് കിട്ടി. ദെയർഫോർ യു ഓഫ് X,0 ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 100 ബൈ എൽ എക്സ് പ്ലസ് ബി എന്താ? 0. അപ്പോൾ ആ പാർട്ട് വേണ്ട. അപ്പോൾ യു ഓഫ് X,0 എന്ന് പറയുന്നത് 100 ബൈ എൽ എക്സ്. സാധാരണ പ്രോബ്ലത്തിനകത്ത് ഇനിഷ്യൽ ടെമ്പറേച്ചർ തന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ തരാതെ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് കാരണം നമ്മൾ യു ഓഫ് X,0 ഈക്വൽ ടു 100 ബൈ എൽ എക്സ് എന്നുള്ള ഫോമിൽ ഫൈൻഡ് ചെയ്തു. ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ഇനിഷ്യൽ ടെമ്പറേച്ചർ ഫൈൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇത്രയും മാത്രം ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. Find the initial temperature if both ends are maintained at 20 and 30 degrees Celsius and after attaining steady state condition both ends reduced to എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഥ പറഞ്ഞ് ഈ ഇനിഷ്യൽ ടെമ്പറേച്ചർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. 3 മാർക്ക് ക്വസ്റ്റ്യൻ, ഈ ഒരു പാർട്ട് മാത്രം ചെയ്യാനായിട്ട് 3 മാർക്ക് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഫൈൻഡ് ദ ബൗണ്ടറി കണ്ടീഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് ബൗണ്ടറി കണ്ടീഷൻസ് എഴുതാൻ പറയും. എന്നിട്ട് ഇതുപോലെ കഥ പറഞ്ഞേക്കും. അപ്പോൾ ഇനിഷ്യൽ ടെമ്പറേച്ചർ നമ്മളിവിടെ ഫൈൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ ഈ 3 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. കാരണം ഈ ചാപ്റ്ററിനകത്ത് ഞാൻ ഈ പറയുന്ന ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഇനിഷ്യൽ ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞാണ്ട് ഇനി അടുത്ത് എന്താ എഴുതേണ്ടത്? ബൗണ്ടറി കണ്ടീഷൻസ് ആണ് അല്ലേ? ബൗണ്ടറി കണ്ടീഷൻസ് ആർ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ടെമ്പറേച്ചർ യു ഓഫ് 0,t ഇസ് ഈക്വൽ ടു K1 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ 1. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്യുന്നതിന് മുൻപുള്ള ടെമ്പറേച്ചർ അല്ല ഇനി കൊടുക്കാനുള്ളത്. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്തതിന് ശേഷമുള്ള ടെമ്പറേച്ചറാണ് കൊടുക്കേണ്ടത്. എന്തുവാ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്തതിന് ശേഷമുള്ള ടെമ്പറേച്ചർ? 0 ഡിഗ്രി സെൽഷ്യസ്. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ യു ഓഫ് L,t ഫൈനൽ പോയിന്റിലെ ടെമ്പറേച്ചർ.
ഇസ് ഈക്വൽ ടു എന്തുവാ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്തതിന് ശേഷമുള്ള ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 0 നമ്മളിപ്പോൾ ഫൈൻഡ് ചെയ്ത ഇനിഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് u(x,0) ഇസ് ഈക്വൽ ടു 100/Lx. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെയാണ് ബാക്കി പ്രോബ്ലം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ 2 കാര്യം പറഞ്ഞ് ശ്രദ്ധിക്കണേ. ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുമ്പം അവിടെ കൊടുത്ത ടെമ്പറേച്ചർ K1 ഡിഗ്രി സെൽഷ്യസും K2 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞത് ആഫ്റ്റർ അറ്റൈനിങ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്തതിന് ശേഷം രണ്ടിൻ്റെയും ടെമ്പറേച്ചർ എന്താണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. സോ നിങ്ങളതിവിടെ മെൻഷൻ ചെയ്ത് വെക്കണം. എന്തുവാണ് ടെമ്പറേച്ചർ ആഫ്റ്റർ അറ്റൈനിങ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. ഓക്കെ, എന്നാലും അല്ലെങ്കിൽ നമ്മൾ പിന്നെ മറന്നു പോകും, നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോൾ ഇതെന്തിനാണ് ഇവിടെ 0 കൊടുത്തത്, 0 100 അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. അപ്പോൾ 0 100 കൊടുക്കാതെ 0 കൊടുത്തത് എന്തുകൊണ്ടാണ്? ഈ ബൗണ്ടറി കണ്ടീഷൻ എഴുതുമ്പോൾ കൊടുക്കേണ്ട ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്തതിന് ശേഷമുള്ള പ്രോബ്ലമാണ് ശേഷമുള്ള ടെമ്പറേച്ചറാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെയാണെങ്കിലോ അതും ഇതുമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. u(x,0) ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അറ്റൈൻ ചെയ്യുന്നതിന് മുൻപുള്ള ടെമ്പറേച്ചറിനൊക്കെയാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ എഴുതേണ്ടത്? സ്യൂട്ടബിൾ സൊല്യൂഷൻ. പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിനി സ്യൂട്ടബിൾ സൊല്യൂഷൻ വേണം. അപ്പോൾ സ്യൂട്ടബിൾ സൊല്യൂഷൻ എന്തുവാണ്? സ്യൂട്ടബിൾ സൊല്യൂഷൻ ടു സോൾവ് ഹീറ്റ് ഇക്വേഷൻ ഈസ് u(x,t) ഇസ് ഈക്വൽ ടു C1 cos px പ്ലസ് C2 sin px ഇൻറ്റു e⁻⁻p²c²t. ദറ്റ് ഈസ് ഇക്വേഷൻ 1. ഓക്കെ, ബൗണ്ടറി കണ്ടീഷൻ 1 അപ്ലൈ ചെയ്യട്ടെ. ഇനി ബാക്കി നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിലല്ല, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലെ സെയിം സ്റ്റെപ്സ് ആണ്. അപ്പം വെറുതെ ഞാൻ എഴുതി പോവുകയാണേ. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 1 ഇൻ ഇക്വേഷൻ 1. ബൗണ്ടറി കണ്ടീഷൻ 1 എന്ന് പറഞ്ഞാൽ എന്താ? u(0,t) ഈസ് ഈക്വൽ ടു 0. എക്സിന് 0 കൊടുക്കുമ്പം sin 0 0 ആവും, cos 0 1 ആവും. C1 ഇൻറ്റു e⁻⁻p²c²t ഈക്വൽ ടു 0 എന്നാണ് വരിക. അതിൽ t ഉള്ള ഈ ഫംഗ്ഷൻ ഒരിക്കലും 0 ആകത്തില്ല, കാരണം t ഒരു വേരിയബിളാണ്. പിന്നെ 0 ആവുന്ന ആളാരാണ്? C1 മാത്രമാണ് 0 ആവുന്നത്. ഓക്കെ, മാത്രം മതി, ആ സ്റ്റെപ്പ് മാത്രം എഴുതിയാൽ മതി. Therefore ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ, ഒരു കോൺസ്റ്റന്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്താ എഴുതുക? Therefore ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ ഈസ് u(x,t) is equal to C2 into sin px into e⁻⁻p²c²t. That is equation number 2. അടുത്ത് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണേ. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 2 in equation 2. ഇക്വേഷൻ 2വിനകത്ത് ബൗണ്ടറി കണ്ടീഷൻ 2 കൊടുക്കുമ്പം u(L,t) ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് നിങ്ങളുടെ ബൗണ്ടറി കണ്ടീഷൻ. അപ്പോൾ എക്സിന് L കൊടുക്കുമ്പോൾ ഇവിടെ sin PL മാത്രമേ വരിക, ഈക്വൽ ടു 0 എന്ന് വരും. അല്ല C2 0 ആകത്തില്ല, e⁻⁻p²c²t 0 ആകത്തില്ല. ഇത് 0 ആകത്തിന് കാരണം ഇത് t വേരിയബിൾ ആണ്. C2 0 ആയി പോവുകയാണെങ്കിൽ സൊല്യൂഷനേ 0 ആയി പോകും, അതുകൊണ്ട് C2 0 ആകത്തില്ല. പിന്നെ ആരാ 0 ആവുന്നത്? sin px ആണ് 0 ആവുന്നത്. നമുക്കറിയാം sin nπ എന്തുവാണ്? 0 ആണെന്നറിയാം അല്ലേ? അപ്പോൾ നമ്മൾ ഈ pxന് എന്തുമായിട്ട് എക്സ് അല്ല, എക്സിന് വരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട L ആണ്. എക്സിന് നമ്മൾ എന്തെന്ന് PLനെ നമ്മൾ എന്തിന് ഇക്വേറ്റ് ചെയ്യും? PL ഈസ് ഈക്വൽ ടു nπ എന്ന് ഇക്വേറ്റ് ചെയ്യും. സോ P ഈക്വൽ ടു nπ/L എന്ന് കിട്ടി. നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ കിട്ടി. Therefore ന്യൂ സ്യൂട്ടബിൾ സൊല്യൂഷൻ ഈസ് u(x,t) is equal to p ഉള്ള സ്ഥാനത്തൊക്കെ നമ്മൾ nπ/L കൊടുക്കും. അപ്പോൾ ഇതെന്ത് വരും? C2 into sin nπ/Lx into e⁻⁻p² എന്ന് പറയുമ്പോൾ n²π²c²/L²t. ഓക്കെ, അത് ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. ഇനി നമ്മുടെ കയ്യിൽ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്? ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷനാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ കിട്ടുന്ന ഇക്വേഷൻ നമ്മൾ എന്തെന്ന് വിളിക്കും? എപ്പോഴും ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ കിട്ടുന്ന ആളെ നമ്മൾ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് വിളിക്കും. മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ മാത്രം എഴുതിയാൽ മതിയോ? എന്ത് വ്യത്യാസം നമ്മളിവിടെ വരുത്തുന്നത്? u(x,t) ഈസ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 to infinity. ആ കോൺസ്റ്റൻറ്റ് C2 എന്നുള്ളതിന് പകരം ഞാൻ an എന്നിടുവാണ്. an ഇൻറ്റു സൈൻ nπ/Lx ഇൻറ്റു e⁻⁻n²π²c²/L²t. ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. കാരണം നമ്മുടെ ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഇക്വേഷനകത്താണ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലേ? ഇനി എന്താ വേണ്ടേ? ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുകയാണ്. ലാസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്തുവാ? അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ 3 ഇൻ ഇക്വേഷൻ 4. ഇക്വേഷൻ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബൗണ്ടറി കണ്ടീഷൻ 3 എന്ന് പറയുന്നത് u(x,0) ഈസ് ഈക്വൽ ടു 100/Lx. അതായത് ടിയുടെ സ്ഥാനത്ത് 0 വരിക. e⁻0 എന്തുവാ? 1 ആണ്. അപ്പോൾ ബാക്കി എന്താണുള്ളത്? സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an ഇൻറ്റു സൈൻ
n pi by Lx is equal to 100/Lx. ഇപ്പം നമ്മൾ വേവ് ഇക്വേഷൻ്റെയും ഹീറ്റ് ഇക്വേഷൻ്റെയും പ്രോബ്ലം ആയി കഴിഞ്ഞ് കുറേ പ്രാവശ്യമായിട്ട് ഇത് കാണുന്നതാണ്. സോ നമുക്കറിയാം ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇക്വേഷൻ 5 ഈസ് ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ്. നിങ്ങളത് ഫോമുലായിട്ട് ചെയ്യണം. ഞാനിങ്ങനെ HRFSS എഴുതത്തുള്ളൂ. ഓക്കെ, ഇനി ഇതിനകത്ത് an ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല എന്തുവാണ്? വേർ an is equal to 2/L into 2/L into integral 0 to L f of x into sin n pi by Lx dx. ഇവിടെ അല്ല എന്ത് വേറെ എന്തെങ്കിലും ആണോ തന്നിരിക്കണേ? ഇല്ല, എല്ലാം തന്നെ തന്നിരിക്കുന്നത്. സോ ഇതിങ്ങനെ ഇട്ടിരുന്നാൽ മതി. നമുക്ക് ആ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. f of x എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ക്വസ്റ്റിനകത്ത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്? 100/Lx into sin n pi by Lx dx. ഓക്കെ, ആ 100/L പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ 2 × 100 എന്ത് വരും? 200 എന്ന് വരും. അവിടെ താഴെ ഒരു L ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ അകത്തുനിന്ന് വരുന്ന എല്ലും കൂടെ ചേർന്നിട്ട് ബൈ L² എന്നാവും. നമുക്ക് എന്താ ബാക്കി വരുന്നത്? ഇൻ്റഗ്രൽ 0 to L x into sin n pi by Lx dx. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ബെർണോളിസ് ഫോമുലയാണ് യൂസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് 200/L² കോൺസ്റ്റൻറ്റ് പുറത്തിട്ടു. ബ്രാക്കറ്റിനകത്ത് ആദ്യത്തെ ഫംഗ്ഷൻ എപ്പോഴും നമ്മൾ സ്മോൾ ബ്രാക്കറ്റിനകത്തായിരുന്നു. രണ്ടാമത്തെ ഫംഗ്ഷൻ സൈനിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് n pi by Lx by n pi by L. ഓക്കെ, മൈനസ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസിൻ്റെ ഇൻ്റഗ്രൽ സൈനാണ്, ഇൻക്ലൂഡിങ് ദി നെഗറ്റീവ് സൈനാണ്, മൈനസ് സൈൻ n pi by Lx by കോസ് n pi by Lxൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ n pi by Lx by n pi by L. ഈ n pi by L കൂടെ ചേരുമ്പോൾ അതെന്താവും? n² pi² by L². ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് ആയില്ലേ? ലിമിറ്റ് ഈസ് ഫ്രം 0 to L. ലിമിറ്റ് അപ്ലൈ ചെയ്യുവാണേ. 200/L² ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുവാന്ന്. അപ്പർ ലിമിറ്റ് ഇവിടെ L ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് L വരുമ്പോൾ L ഇൻറ്റു ഈ മൈനസ് സൈൻ ഞാൻ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഡിനോമിനേറ്റർ ഫ്രാക്ഷനാണ്. സോ അതിൻ്റെ റെസിപ്രോക്കൽ എഴുതുമ്പം L/n pi ഇൻറ്റു നോക്കിക്കേ കോസ് n pi by L ഇൻറ്റു എക്സ് എന്ന് നടക്കണം. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് L എഴുതിയാൽ L ഉം ക്യാൻസൽ ആകുമ്പോൾ കോസ് n pi വരും. കോസ് n pi എന്ന് പറഞ്ഞാൽ എന്താ? -1/n ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ -1/n എന്ന് എഴുതിയത്. അപ്പോൾ അതേപോലെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എഴുതുന്നതിന് മുമ്പ് ഇവിടെ സൈൻ കിടക്കുന്നത്. സോ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നോക്കാം. സൈൻ n pi by L ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് L വന്നു. L ഉം കട്ടായി പോകുമ്പോൾ സൈൻ n pi എന്നാണ് വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു -1/n. വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ n pi എന്തുവാ? സൈൻ n pi എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ സൈനിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു? നമുക്ക് 0 എന്ന് വന്നു. അപ്പർ ലിമിറ്റ് കഴിഞ്ഞ് മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് കൊടുക്കുവാണ്. എക്സിന് 0 കൊടുത്തിട്ട് 0 ഇൻറ്റു കോസ് എന്ന് വന്നാൽ അത് എന്ത് തന്നെയാണ്? 0. സൈൻ 0 എന്തുവാണ്? സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. സോ ആ ടേം ലോവർ ലിമിറ്റ് മൊത്തത്തിൽ എന്തായി പോവാണ്? 0 ആയി പോവാണ്. നമുക്ക് ആകെ കിട്ടുന്ന വാല്യൂ ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ. സോ ഇവിടെ L ഇൻറ്റു L എന്ത് വരുന്നുണ്ട്? L² വരുന്നുണ്ട്. ഇവിടുത്തെ L² ആയിട്ട് അയാൾ അങ്ങ് ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താ ഇവിടെ ഉള്ളത്? ദിസ് ഈസ് ഈക്വൽ ടു -200 ഇൻറ്റു -1/n by n pi. ഓക്കെ, ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ ചില ടെസ്റ്റിൽ ചിലപ്പോൾ ഈ മൈനസും കൂടെ ചേർത്തിട്ട് ഇതിനെ -1/n+1 എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. നമുക്കതൊന്നും വേണ്ട. നമുക്ക് കിട്ടുന്ന ആൻസറിന് അതുപോലെ എഴുതാം. നമുക്ക് കൂടുതൽ കൺഫ്യൂഷനാക്കി തെറ്റിക്കാൻ നിൽക്കേണ്ട. ഓക്കെ, therefore ഇതിപ്പോൾ എന്താ കിട്ടിയേക്കുന്നത്? A എന്നാണ് കിട്ടിയേക്കുന്നത്. therefore സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എഴുതി വെച്ചിരുന്നില്ലേ? u of x, t is equal to summation n equal to 1 to infinity an ഇൻറ്റു എന്ന് പറഞ്ഞാൽ എഴുതിയിരുന്നത്. ആ an ആണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയത്. അപ്പോൾ അയാൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം -200 ഇൻറ്റു -1/n by n pi ഇൻറ്റു sin n pi by Lx ഇൻറ്റു e⁻⁻n² pi² c² by L²t. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേ പ്രൊസീജിയറാണ്. ആകെ വ്യത്യാസം എന്ത് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. വ്യത്യാസം വന്നതെന്ന് പറയുന്നത് ഈ സ്റ്റഡി സ്റ്റേറ്റ് നമുക്ക് ഇനിഷ്യൽ ടെമ്പറേച്ചർ തന്നിട്ടില്ലായിരുന്നു. സോ നമ്മൾ ഈ സ്റ്റഡി സ്റ്റേറ്റിന് ഈ കണ്ടീഷൻ കണ്ടുപിടിക്കേണ്ടി വന്നു. അത് യൂസ് ചെയ്ത് ബൗണ്ടറി കണ്ടീഷൻ എഴുതി. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ രണ്ട് എൻഡിലെയും ടെമ്പറേച്ചർ 0 ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ അപ്പോൾ 0 ആയപ്പോൾ നമുക്ക് നോർമലി കഴിഞ്ഞ ദിവസത്തെ പോലെ ചെയ്യാൻ പറ്റില്ല, കഴിഞ്ഞ വീഡിയോ പോലെ ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നോൺ സീറോ ബൗണ്ടറി കണ്ടീഷൻ വന്നാലും ബൗണ്ടറി കണ്ടീഷൻ 0 ആക്കിയാലേ നമുക്ക് പിന്നെ പ്രോബ്ലം ഇതേപോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നോൺ സീറോ വന്നാലും നമ്മൾ എന്ത് കണ്ടീഷൻ വന്നാലും 0 ആക്കി ചെയ്യാനായിരിക്കും നമ്മൾ പിന്നെ ഇനി അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ മെയിനായിട്ട് 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഈ കണ്ടീഷൻ വാട്ട് ആർ ദ ബൗണ്ടറി കണ്ടീഷൻ അല്ലെങ്കിൽ റൈറ്റ് ബൗണ്ടറി കണ്ടീഷൻ
for an insulated rod of length L with ends capital A and B maintained at 20 and 30 respectively until steady state condition attained and then suddenly raise to 0 degree Celsius എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ മാത്രം എഴുതാൻ ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഇതുവരെ എഴുതിയാൽ മതി 3 മാർക്ക്. അതല്ലെങ്കിൽ ഈ പാർട്ടും ചോദിക്കത്തില്ല, റൈറ്റ് ദ ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് മാത്രം എഴുതാനായിട്ട് ചോദിക്കാം. ഇവിടെ ഒരു 3 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനകത്ത് ഒരു എസ്സേ ക്വസ്റ്റിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റിനാണ്. ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന ഈ പ്രോബ്ലം എന്ന് പറയുന്ന ഒരുപാട് എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ്. ഏത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാലും അതിനകത്തുള്ള ക്വസ്റ്റിനുമാണിത്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റിനാണ്. മാർക്ക് ചെയ്തെടുത്തോളൂ, നല്ലോണം എഴുതി മനസ്സിലാക്കി എടുക്കണം. വേവിക്കേഷൻ പോലെയല്ല, കുറച്ചുകൂടി സ്റ്റെപ്പ് കുറവാണ് ഹീറ്റ് ഇക്വേഷനകത്ത്. അപ്പോൾ ഹീറ്റ് ഇക്വേഷൻ്റെ പ്രോബ്ലം കണ്ടാൽ നമ്മൾ ആദ്യം അതേ അറ്റൻഡ് ചെയ്യാൻ നോക്കണം. കാരണം പെട്ടെന്ന് നമുക്ക് എഴുതി തീർക്കാൻ പറ്റും ഹീറ്റ് ഇക്വേഷൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി കൂടുതൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സ് S2 ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് സോൾഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ മോഡ്യൂൾ 5 ആൻഡ് മോഡ്യൂൾ 6 എന്ന് പറഞ്ഞാൽ വേവ് ഇക്വേഷനും ഹീറ്റ് ഇക്വേഷനുമാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും വേവ് ഇക്വേഷൻ്റെ ഒരു മോഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഹീറ്റ് ഇക്വേഷനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം ക്വസ്റ്റ്യൻ ഉണ്ടോ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ താഴെ കൊടുക്കാം. അപ്പോൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെയുള്ള കുറേ പ്രോബ്ലംസ് കിട്ടും. നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്കിനൊരു കുഴപ്പം എന്തെന്ന് പറഞ്ഞാൽ ഈ ലെന്ത് എല്ലുള്ള പ്രോബ്ലമാണ് കൂടുതലും വന്നിരിക്കുന്നത്. ലെന്ത് മാറി മാറി വരുന്ന പ്രോബ്ലം അധികം വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ഈ ഹീറ്റ് ഇക്വേഷൻ്റെ കേസിലാണെങ്കിൽ വന്നിട്ടുണ്ട്. വേവ് ഇക്വേഷൻ്റെ കേസിൽ നമുക്ക് അങ്ങനത്തെ പ്രോബ്ലം അധികം കിട്ടിയിട്ടില്ല. അപ്പോൾ എക്സാമിന് വേണമെങ്കിൽ ലെന്ത് മാറിയിട്ടുള്ള പ്രോബ്ലംസ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ അതിനകത്തുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. അപ്പോൾ ലെന്ത് എന്നോ ലെന്ത് 10 എന്നോ 20 എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് അതിനകത്ത് കിടപ്പുണ്ട്. ഇതേപോലത്തെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ ലെന്ത് ഒന്ന് മാറി വരുമ്പോൾ ചെയ്യുന്നത് കൂടെ ഒന്ന് പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഒന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക.